ഈ ഒരു ടോപ്പിക്കിനെ പറ്റി യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അതിൽ നിന്നെല്ലാം കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും ഈ വീഡിയോ. ഇവിടെ അഡിക്ഷൻ എങ്ങനെ മാറ്റാമെന്ന് മാത്രമല്ല, നിങ്ങളുടെ സെൽഫ് കൺട്രോൾ എങ്ങനെ കൂട്ടാമെന്ന് കൂടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ആൽക്കഹോൾ നമ്മുടെ ബോഡിക്ക് ബാഡ് ആണ്. ആൻഡ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. വാട്ട് അബൌട്ട് അത് നമ്മുടെ ബോഡിയിൽ എന്താണ് ചെയ്യുന്നത്? നമുക്ക് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. സോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം, ഞാൻ അധികം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നതായിരിക്കില്ല. കാരണം അത് റെസ്ട്രിക്ഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്ന, നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മളെ ചെയ്യാൻ സഹായിക്കുന്ന നമ്മളുടെ ബോഡിയിൽ ഒരു അവയവമുണ്ട്. അതാണ് നമ്മുടെ ബ്രെയിൻ. ആൻഡ് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ കുറെ കാണുന്നത് വഴി അത് നിങ്ങളുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ തന്നെ മാറ്റുമെന്ന് നിങ്ങൾക്കറിയോ? ഈ അഡിക്ഷൻ എന്നുള്ള പേര് നിങ്ങൾ എവിടെ കേട്ടാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു പേരാണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ എന്നുള്ളത് ഒരു ഹാപ്പി ഹോർമോൺ ആണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഡോപ്പമിൻ റിലീസ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത്, ഇഷ്ടപ്പെട്ട ആളോട് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഡോപ്പമിൻ റിലീസ് ചെയ്യും. ആൻഡ് ഈ ഡോപ്പമിൻ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ മോട്ടിവേറ്റഡ് ആക്കുന്നത്, ഒരു കാര്യം ചെയ്യാനുള്ള എനർജി നമുക്ക് തരുന്നത്, നമ്മളെ ആക്റ്റീവ് ആക്കുന്നത്, നമ്മളെ ഹാപ്പി ആക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഡോപ്പമിന്റെ റിലീസ് കുറയുകയാണെങ്കിൽ നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആവും. നമുക്കൊന്നും ചെയ്യാൻ തോന്നൂല, എപ്പോഴും ടയർഡ് ആയിട്ട് തോന്നും, എപ്പോഴും മടി തോന്നും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കാൻ പോകുന്നത്, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഡോപ്പമിൻ ലെവൽ കുറയുന്നത് കൊണ്ടായിരിക്കും നമുക്ക് ഒരു മോട്ടിവേഷനും തോന്നാത്തത്, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാത്തതെന്ന്. ഒരിക്കലുമല്ല. ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് ഡോപ്പമിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഡോപ്പമിന്റെ അളവ് കൂടുന്നത് നല്ലതല്ലേ? അത് നമ്മളെ മോട്ടിവേറ്റഡ് ആക്കില്ലേ? ഡോപ്പമിന്റെ അളവ് കൂടുതൽ നല്ലതാണ്, പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു അടിപൊളി എക്സാമ്പിൾ പറയട്ടെ. ഒരു മദ്യപാനിയായ ആൾ, അവർ ആദ്യം കുടിക്കുന്ന സമയത്ത് അവർക്ക് ജസ്റ്റ് ഒരു പെഗ് മതിയാവും. രണ്ടാമത്തെ ദിവസവും ചിലപ്പോൾ ഒരു പെഗ് മതിയാവും. പക്ഷെ മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ഒരു പെഗ് അടിച്ചാലൊന്നും ആവില്ല. അവർക്ക് കുറച്ചുകൂടി കൂടുതൽ വേണമെന്ന് തോന്നും. അങ്ങനെ പിന്നെ കുടിക്കും തോറും അവർക്ക് കൂടുതൽ വേണമെന്ന് തോന്നും. എന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും കിക്ക് കിട്ടുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലെ ഡോപ്പമിൻ. നമ്മൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത്, നമ്മൾ ഒരു തവണ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ബോഡി ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു. ആൻഡ് ഈ ഡോപ്പമിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്ലഷർ തരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഫീൽ ഗുഡ് ഹോർമോൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും, ഓക്കെ ദിസ് ഈസ് സംതിങ് ഗുഡ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കാണണം. ഇത് ആക്ച്വലി ഒരു റിവാർഡ് സിസ്റ്റം ആണ്. ബിക്കോസ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഗുഡ്, സോ യു വാണ്ട് ടു ഡു ഇറ്റ് മോർ. അങ്ങനെ വരുമ്പോൾ ഈ ഡോപ്പമിൻ ഓവർ സ്റ്റിമുലേറ്റഡ് ആകും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് തോന്നും. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറയാൻ തുടങ്ങും. നേരത്തെയൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഡോപ്പമിൻ റിലീസ് ആവുമായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഏകദേശം അഡിക്റ്റഡ് ആയി വരുന്ന സമയത്ത് ഡോപ്പമിന്റെ പ്രൊഡക്ഷന്റെ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരും. അങ്ങനെ പതുക്കെ നിങ്ങൾ ഇത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. സോ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ അകറ്റാൻ തുടങ്ങും. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കും. ആൻഡ് കൂടുതൽ നേരം ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് സ്പെൻഡ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കും. ഓരോ തവണ നിങ്ങൾ ഇങ്ങനെ ചെയ്യും തോറും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് തോന്നുകയും ചെയ്യും. പതുക്കെ നിങ്ങളുടെ ലൈഫിന്റെ എല്ലാ മേഖലകളിലും അഫക്ട് ചെയ്യും. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നൂല, എന്ത് ചെയ്താലും ഒരു ഹാപ്പിനെസ് ഇല്ല. അതുപോലെ തന്നെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെയും എഫക്ട് ചെയ്യും, നിങ്ങളുടെ സെക്സ് ലൈഫിനെ എഫക്ട് ചെയ്യും. നിങ്ങൾ ആകെ ഡിപ്രസ്ഡ് ആവും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും നിങ്ങൾ അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇനി ഇതൊരു വഴിക്ക് പോയാൽ ശരിയാവില്ല, ഇത് എങ്ങനെയെങ്കിലും മാറ്റിയാൽ മതിയാവും. അങ്ങനെ മാറ്റാൻ വേണ്ടി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനിക്കും, ഐ എം നോട്ട് ഗോണ വാച്ച് ദിസ്. എന്നിട്ട് നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും പഴയ പോലെ ആകും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ആണ്. അതായത് പുറത്തുനിന്ന് ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ 100 ദിവസം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടീമുണ്ട്. അതാണ് സുപ്പീരിയർ മെൻ ബിൽഡിംഗ്. 100 ദിവസത്തേക്ക് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള സർട്ടിഫൈഡ് മെന്റേഴ്സ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ലൈവില് 1-on-1 സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവരോട് സംസാരിച്ച് ഇവരുടെ കൂടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രെയിൻ്റെ റിവാർഡ് സിസ്റ്റത്തെ പറ്റി. ആ സൈക്കോളജി യൂസ് ചെയ്തുകൊണ്ട് ഒരു ഗെയിമിഫിക്കേഷൻ മോഡിലാണ് ഇവർ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ 100 ദിവസം എന്ന് പറയുമ്പോൾ അതിലൊരു 10 ഡേയ്സ് നിങ്ങൾ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു റിവാർഡ് തരും. മേ ബി അതൊരു ചെറിയൊരു തുകയായിരിക്കും, നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും. അത് ആക്ച്വലി നിങ്ങളുടെ ബ്രെയിൻ്റെ റിവാർഡ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുകയും 100 ഡേയ്സ് കംപ്ലീറ്റ് ആക്കാനും നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആക്കാനും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇവരുടെ ലൈവായിട്ടും റെക്കോർഡറുമായിട്ടുള്ള ഗൈഡഡ് മെഡിറ്റേഷൻ, അതുപോലെ തന്നെ കോച്ചിങ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു പ്ലസ് പോയിന്റ് പറയട്ടെ, നിങ്ങളുടെ ഒരേ മൈൻഡ് സെറ്റിലുള്ള 1000-ഓളം യുവാക്കൾ ചേരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് അത് ഈ അഡിക്ഷൻ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ
അതുപോലെ തന്നെ പിൻഡ് കമന്റിലും കൊടുക്കുന്നതായിരിക്കും. സോ അതിനുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാണ്ട് ടു ഇംപ്രൂവ് എന്ന് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു തരുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരികയാണ്. അതായത് അഡിക്ഷൻ എങ്ങനെ മാറ്റാം, അതിനുശേഷം സെൽഫ് കൺട്രോൾ എങ്ങനെ കൂട്ടാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അതിന് ഞാൻ ആദ്യം ഒരു എക്സ്പെരിമെന്റിന്റെ കഥ പറയാം. സൈക്കോളജിസ്റ്റ് ബ്രൂസ് അലക്സാണ്ടർ നടത്തിയ റാറ്റ് സ്പാർക്ക് എക്സ്പെരിമെന്റ്. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? ആക്ച്വലി ഈ പുള്ളിക്കാരൻ കുറച്ച് എലികളെ വെച്ച് എക്സ്പെരിമെന്റ് നടത്താൻ തീരുമാനിച്ചു. എലികളെല്ലാം ഗ്രൂപ്പിൽ നിന്ന് ഒറ്റക്കാക്കിയിട്ട് ഓരോരോ കേജിൽ അടച്ചു. എന്നിട്ട് ഈ കേജിൽ 2 ബോട്ടിലും വെച്ചു. ഒരു ബോട്ടില് സാധാരണ വെള്ളവും വേറൊരു ബോട്ടില് ഡ്രഗ്സ് നിറച്ച വെള്ളവും വെച്ചു. ഒറ്റപ്പെട്ട് കിടന്ന എലികൾ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഡ്രഗ്സ് നിറച്ച വെള്ളം കുടിക്കാൻ തുടങ്ങി. ഇത് കുടിച്ച് ഓവർ ഡോസ്ഡ് ആയി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ പുള്ളിക്കാരൻ എല്ലാം മാറ്റാൻ തീരുമാനിച്ചു. പുള്ളിക്കാരൻ ആ എൻവയറമെന്റ് തന്നെ കംപ്ലീറ്റ്ലി മാറ്റാൻ തീരുമാനിച്ചു. പുള്ളിക്കാരൻ ഒരു റാറ്റ് സ്പാർക്ക് ഉണ്ടാക്കി. അതായത് ഈ പാർക്കിലേക്ക് എല്ലാ എലികളെയും കൊണ്ടുവന്നു. അവർക്ക് വേണ്ട ടോയ്സ്, അവർക്ക് വേണ്ട ഫുഡ്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. എന്നിട്ട് ഇതുപോലെ തന്നെ ബോട്ടിലിൽ സാധാരണ വെള്ളവും ഈ ഡ്രഗ്സ് നിറച്ച വെള്ളവും വെച്ചു. ഇവരെല്ലാം സർപ്രൈസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം നടന്നു. എന്താണെന്നറിയോ? ഇത്രയേ ഉള്ളൂ. നേരത്തെ ഒറ്റക്കായിരുന്ന സമയത്ത് ഇവർ അമിതമായിട്ട് ഡ്രഗ്സ് നിറച്ച വെള്ളം കുടിച്ചില്ലേ? ഇവിടെ ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിയ സമയത്ത് ഇത് ഉപയോഗിക്കുന്നത് അവർ വളരെ കുറച്ചു എന്നുള്ളതാണ്. ഈ എക്സ്പെരിമെന്റ് ആക്ച്വലി നമ്മളെ വളരെ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു ഗോൾ വെച്ചുകൊണ്ട് മാത്രം നമ്മുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവില്ല. അതായത് ഐ വോണ്ട് ടു സ്റ്റോപ്പ് വാച്ചിങ് ദിസ് എന്ന് പറയുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ നിർത്തില്ല. നിങ്ങൾ പിന്നെയും പഴയ പോലെ ആകും. ഇവിടെ നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ എൻവയറമെന്റുമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ട്രിഗർ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോസിന് അഡിക്റ്റ് ആയി പോയത്? അത് ചിലപ്പോൾ ഒരു ഒറ്റപ്പെടലാവാം, അല്ലെങ്കിൽ ആരും ഇല്ല എന്നുള്ളൊരു തോന്നലാവാം, അല്ലെങ്കിൽ സ്ട്രെസ് ആകാം. സോ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ആ കാരണത്തിന് ഒരു പരിഹാരം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ അഡിക്ഷൻ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഡോണ്ട് ബി സോ ഹാർഡ് ഓൺ യുവർ സെൽഫ്. ഇതെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയേ പറ്റുമെന്ന് വിചാരിച്ചാൽ നമ്മൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലാണ്ട് മാറില്ല. സോ മേ ബി ജസ്റ്റ് ഒന്ന് കുറക്കാൻ പറ്റുമോ? അതിനാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്യേണ്ടത്. ആഴ്ചയിൽ എല്ലാ ദിവസവും കാണുന്ന ഒരാൾ ആഴ്ചയിൽ 3 ദിവസമായിട്ട് കുറക്കാൻ പറ്റുമോ? അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? ചിലപ്പോൾ നിങ്ങൾ നിർത്താൻ തീരുമാനിച്ചു, ഒരു 2-3 ദിവസം നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റി, 4ാമത്തെ ദിവസം നിങ്ങൾ പിന്നെയും പഴയ പോലെയായി. അങ്ങനെ പഴയ പോലെ ആകുന്ന സമയത്ത് ഓക്കെ, ഇനി അടുത്ത തിങ്കളാഴ്ച മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ അടുത്ത 1-ാം തീയതി മുതൽ തുടങ്ങാമെന്ന് തീരുമാനിക്കാതെ അപ്പൊ തന്നെ തുടങ്ങാൻ തീരുമാനിക്കുക. ആൻഡ് അങ്ങനെ പഴയ പോലെ ആകുന്ന സമയത്ത് ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് 3 ദിവസം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി എന്നുള്ളതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ആൻഡ് അത് നിങ്ങൾ ഒരുപാട് മാറ്റും. സോ ഒറ്റടിക്ക് മാറ്റാനല്ല തീരുമാനിക്കേണ്ടത്, കുറച്ചായിട്ട് മാറ്റാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് സെൽഫ് കൺട്രോളിനെ പറ്റി സംസാരിക്കാം. എങ്ങനെ സെൽഫ് കൺട്രോൾ കൂട്ടാം? ഈ സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും നേടാൻ പറ്റൂ, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. സോ അതിനു മുമ്പ് ഞാൻ നേരത്തെ 100 ദിവസം നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ പറ്റി പറഞ്ഞില്ലേ, സുപ്പീരിയർ മെൻ ബിൽഡിംഗ്. നിങ്ങൾക്ക് അവരുടെ 100 ദിവസത്തെ കോഴ്സ് ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവരുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാം. അത് നിങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, സ്റ്റാൻഫോർഡ് മാർഷ്മെല്ലോ എക്സ്പെരിമെന്റ്. ഇത് നടത്തിയത് സൈക്കോളജിസ്റ്റ് വാൾട്ടർ മിഷൽ ആണ്. ഈ എക്സ്പെരിമെന്റിൽ പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് അറിയോ? കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ കുട്ടികളുടെ മുമ്പിൽ ഒരു നല്ല ട്രീറ്റ് വെച്ചു. എന്നിട്ട് ഇവർക്കൊരു ചോയ്സ് കൊടുത്തു. ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരും, ആ സമയത്ത് കഴിക്കാം. നിങ്ങൾ ഇപ്പൊ തന്നെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല. ഞാൻ വരുന്നതൊരു വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 2 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഇതും പറഞ്ഞു പുള്ളിക്കാരൻ പുറത്തോട്ട് പോയി. പുള്ളിക്കാരൻ പുറത്തു പോകാൻ കാത്തിരുന്ന സമയത്ത് തന്നെ കുറെ കുട്ടികൾ വന്നിട്ട് നേരെ അതെടുത്ത് കഴിച്ചു. പക്ഷെ കുറച്ച് കുട്ടികൾ മാത്രം മാറി നിന്നു. ബിക്കോസ് അവർക്ക് അറിയാമായിരുന്നു തിരിച്ചു വരുമ്പോൾ അവർക്ക് പിന്നെയും കുറെ കാര്യങ്ങൾ കൂടി കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ തോന്നിയെങ്കിലും അവർ കൺട്രോൾ ചെയ്ത് മാറി നിന്നു. അങ്ങനെ ഈ പുള്ളിക്കാരൻ തിരിച്ചു വന്ന സമയത്ത് കഴിക്കണം തോന്നിയിട്ടും കൺട്രോൾ ചെയ്ത് പിടിച്ചിരുന്ന ഈ കുട്ടികൾക്ക് എക്സ്ട്രാ വേറെ റിവാർഡ്സ് കൂടി കൊടുത്തു എന്നാണ്. ഈ കഥ ഇവിടെ തീരുന്നില്ല. ഈ എക്സ്പെരിമെന്റിന് ശേഷം ഇദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്. അതെടുത്ത് കഴിക്കണമെന്ന് തോന്നിയിട്ടും റിവാർഡ് കിട്ടുമെന്ന് വിചാരിച്ച് കഴിക്കാതെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിന്ന കുട്ടികൾ ഭാവിയിൽ അവർ പഠിക്കുന്ന കാര്യത്തിലേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അത് മാത്രമല്ല അവർക്ക് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടായെന്നും പറയപ്പെടുന്നു. ഇതിന് പറയുന്ന പേരാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ നീട്ടിവെക്കുന്നു, വേറൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണണം എന്നുള്ള ഏർജ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി ഡിലേ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഓക്കെ എനിക്കിപ്പോ കാണണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ കാണുന്നില്ല, ഒരു 5 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ കാണാം. ഇങ്ങനെ നിങ്ങൾ ഡിലേ ചെയ്യണം. എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 5 മിനിറ്റ് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോബീസ് കണ്ടുപിടിച്ച് അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് വരുന്ന ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾ ഡിലേ ചെയ്യും തോറും പതുക്കെ നിങ്ങൾ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവും.
പതുക്കെ പതുക്കെ നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പഠിക്കും. പതുക്കെ പതുക്കെ നിങ്ങൾ സെൽഫ് കൺട്രോൾ പഠിക്കും. പതുക്കെ പതുക്കെ നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിക്കോസ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ തോന്നി നിങ്ങൾ അത് അപ്പം തന്നെ ചെയ്യുന്നില്ല. നിങ്ങൾ 5 മിനിറ്റത്തേക്ക് നീട്ടി വെക്കാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. ആൻഡ് സെൽഫ് കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. So try this out. Okay, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ആൻ ഈസി ജേർണി. ഇത്രയും നാൾ ഉണ്ടായ ശീലം ഒറ്റയടിക്ക് മാറ്റുക എന്നുള്ളത് അത്ര ഈസി ആയ കാര്യമൊന്നുമല്ല. പക്ഷെ ചെറിയ ചെറിയ സ്റ്റെപ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ ഓർക്കുക. അതായത് ജസ്റ്റ് ഇത് മാറ്റണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ. അതിന് നിങ്ങൾ ഒരുക്കുന്ന സാഹചര്യങ്ങൾ, അതിന് നിങ്ങൾ ഒരുക്കുന്ന നിങ്ങളുടെ എൻവയറമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ട്രിഗർ കണ്ടുപിടിക്കുക. നിങ്ങൾ ഒറ്റപ്പെട്ടതുകൊണ്ടാണോ, നിങ്ങൾ സ്ട്രെസ്ഡ് ആയതുകൊണ്ടാണോ, അത് കണ്ടുപിടിച്ച് അതിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. അതുപോലെ തന്നെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ആഗ്രഹം വരുന്നു, ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റത്തേക്ക് അത് നീട്ടി വെക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളൊരു വലിയ മാറ്റം ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ 100 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റിൽ തന്നെ അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.